വാർത്തകൾ ഇനി ആലുവല്ലേ. തകർന്നു കിടക്കുന്ന മില്ലുപടി വയലോടം റോഡ് ഉടൻ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ മില്ലുപടി യൂണിറ്റ് പ്രതിഷേധ പ്രകടനം നടത്തി. കരുമാലൂർ പഞ്ചായത്തിലെ മിക്ക റോഡുകളും തകർന്നു കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വയലോടത്തു നിന്നും ആരംഭിച്ച പ്രകടനം മില്ലുപടിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി നിസാർ കളമശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കരുമാലൂർ പഞ്ചായത്തിലെ 10ഉം 11ഉം വാർഡുകളിലായി കിടക്കുന്ന ഒരു റോഡിന്റെ പ്രശ്നം 3 വർഷങ്ങളായി 2 വാർഡ് മെമ്പർമാരുടെ ഉത്തരവാദിത്തത്തിൽ ഉണ്ടായിട്ടും പരിഹരിക്കാൻ കഴിയാതെ കിടക്കുന്നു എന്ന് പറയുന്നത് വലിയ ഒരു പ്രതിഷേധം മാത്രമല്ല, നമ്മളുടെ നാടിന് തന്നെ അപമാനകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഈ പ്രവർത്തകരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നടത്തേണ്ടതായിരുന്നു എന്നുകൂടി ഞാൻ ഇവരോട് പറയുകയുണ്ടായി. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ റോഡിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്താണ് 17.5 ലക്ഷം രൂപ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് MLAയുടെ ADS ഫണ്ട് അനുവദിച്ചതെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കോൺട്രാക്ടർമാർ ഇത്രയധികം, ഒരു 3/4 കിലോമീറ്ററോളം നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കിയത്, 3/4 കിലോമീറ്ററോളം ദൂരമുള്ള ഒരു റോഡ് പുനർനിർമ്മിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ റിപ്പയർ ചെയ്യുവാൻ 17.5 ലക്ഷം രൂപ പാസ്സാക്കിയിട്ടും, അത് വലിയൊരു തുകയാണ്. ഈ തുക പാസ്സാക്കിയിട്ടും ഒരു കോൺട്രാക്ടർക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഭരണകൂടത്തോടുള്ള നമ്മുടെ കോൺട്രാക്ടർമാരുടെയും ജനപ്രതിനിധികളുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും വിശ്വാസ്യത അതാണ് എടുത്തു കാണിക്കുന്നത്. കാരണം 17 ലക്ഷം രൂപക്ക് ഇതിനേക്കാൾ കൂടുതൽ കിലോമീറ്ററുകൾ അല്ലെങ്കിൽ മീറ്ററുകളോളം പണിയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ ഈ ഫണ്ട് അത് അനുവദിച്ചാൽ പോലും അത് പാസ്സായി കിട്ടാൻ സാധ്യതയില്ല എന്ന ഒരു ഗവൺമെന്റിനോടുള്ള അല്ലെങ്കിൽ MLA ഫണ്ട് പോലും പാസ്സാക്കി എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇന്ന് കേരളീയ ഗവൺമെന്റിന്റെ കേരളീയ സമൂഹത്തിന്റെ അവസ്ഥ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഹമ്മദ് ഉമരി അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി ഹാഷിം ഖുറൈശി, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കളമശ്ശേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് സദ്ദാം പാലത്ത്, അബ്ദുൽ സലാം, അബ്ബാസ് മില്ലുപടി, മാലിക് മില്ലുപടി, നിയാസ് എന്നിവർ സംസാരിച്ചു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.